ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കിടെ വിലക്കയറ്റത്തിൽ വലയുകയാണ് ജനങ്ങൾ. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമായതോടെ ഹോട്ടൽ ഉടമകളും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. മലയാളികളുടെ ഇഷ്ടവിഭവമായി ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന അരിയുടെ അടക്കം വില കുതിച്ചു കയറുന്നുണ്ട്. കോഴിയിറച്ചിക്കും ക്രമാതീതമായി വില വർദ്ധിക്കുകയാണ്. അരിവില ചെറുതായൊന്നുമല്ല ഹോട്ടൽ വ്യവസായത്തെ ബാധിച്ചത്. ഊണിനുപയോഗിക്കുന്ന പുഞ്ചാരി മുതൽ മന്തിയുണ്ടാക്കാനുള്ള അരിക്ക് വരെ വില കുതിച്ചു കയറി. ഹോട്ടൽ വ്യവസായത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ആഹാരമാണ് ഊണെന്ന് പറയുന്നത്. അപ്പോൾ പുഞ്ചേരിക്ക് ഒരു കിലോ പുറത്ത് ഇപ്പോൾ ഏകദേശം 4-5 രൂപ ഒരു പെർ കിലോയുടെ പുറത്താണ് ഇപ്പോൾ വർധനവുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ബിരിയാണി വെക്കുന്ന കൈമ അരിക്ക് കഴിഞ്ഞ കാലയളവിൽ 13 രൂപയാണ് ഒരു കിലോ പുറത്ത് വർധനവുണ്ടായത്. അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മന്തി അരി ആണെങ്കിലും ബിരിയാണി അരി ആണെങ്കിലും 4-5 രൂപ ഒരു കിലോ പുറത്ത് ഈ കഴിഞ്ഞ 3-4 മാസമായിട്ട് വർധനവുണ്ടായി. ഏറ്റവും കൂടുതൽ വർധന വന്നിപ്പോൾ പുഞ്ചേരിക്കാണ്. ഈ കാലയളവിൽ വന്നത് 5 രൂപയാണ് ഒരു കിലോയ്ക്ക് വർധനവുണ്ടായിട്ടുള്ളത്. 180 രൂപയുണ്ടായിരുന്ന ബിരിയാണി അരിയുടെ ഇന്നത്തെ വില 220 രൂപയ്ക്ക് മുകളിലാണ്. 1 കിലോ അരിയിൽ നിന്ന് 6 ബിരിയാണി വരെ ഉണ്ടാക്കാം. ഗുണനിലവാരമുള്ള അരി ഉപയോഗിച്ചുള്ള ബിരിയാണിക്ക് 160 മുതൽ 300 രൂപ വരെയാണ് ഹോട്ടലുകൾ ഈടാക്കുന്നത്. അരിക്ക് മാത്രമല്ല, കിസ്മിസ് മുതൽ കോഴിയിറച്ചി വരെ ബിരിയാണിക്ക് ആവശ്യമായ എല്ലാത്തിനും വില കൂടി. നമ്മുടെ ചിക്കൻ്റെ വില ഓരോ ദിവസവും അപ്ഡേറ്റ് ആയി കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. സാധാരണഗതിയിൽ ഒരു സാധനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ ഉപയോഗം വരുമ്പോൾ വില കുറയുകയാണ് വേണ്ടത്. ഇതിൽ പകരം വിപണിയിൽ വില വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ് ഈ മുട്ടയെ സംബന്ധിച്ചിടത്തോളവും ചിക്കനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുവരുന്നത്. അത് തീർച്ചയായും നമ്മുടെ ഹോട്ടലുകളുടെ നട്ടലൊടിക്കുന്നൊരു സംവിധാനമായിട്ട് വരികയാണ്. അത് വില പിടിച്ചു നിർത്താനായി സർക്കാരുകൾ ശ്രമിച്ചില്ലെങ്കിൽ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലയിൽ കൂട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വഴുതി വീഴാനുള്ള ചാൻസുകളുണ്ട്. കോഴിയിറച്ചിക്ക് 200 മുതൽ 240 വരെയാണ് നിലവിലെ വില. ക്രിസ്മസ് പുതുവത്സര ആഘോഷ ദിനങ്ങളിൽ വില ഇനിയും ഉയരും. വില എത്ര ഉയർന്നാലും ഹോട്ടൽ വില വർദ്ധിപ്പിച്ചാൽ അതും തിരിച്ചടിയാകുമെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. നമ്മൾക്ക് പെട്ടെന്ന് വില കൂട്ടി കൊടുക്കാൻ പറ്റില്ല. അതായത് ജനങ്ങൾ നമ്മളോട് പ്രതികരിക്കും. അതുകൊണ്ട് ഇതേപോലെ ആഘോഷത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലുള്ള വില വർധനവ് ഹോട്ടൽ വ്യവസായികളെ വളരെയേറെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അതേപോലെ തന്നെ പച്ചക്കറിക്കും ഇപ്പോൾ സ്വർണ്ണവില പോലെയാണ്. ഇന്നത്തെ വിലയല്ല നാളെ. ഇപ്പോൾ സവോള എന്ന് പറയുന്നത് 28 രൂപ 25 രൂപയായി കിട്ടുന്ന സവോള 32 രൂപയാണ്. അതേപോലെ തന്നെ കിഴങ്ങ് 40 രൂപ. പച്ചക്കറി എല്ലാ സാധനങ്ങളുടെയും വില വർധന ഹോട്ടൽ വ്യവസായത്തെ അനുദിനം താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 7ഓളം തുടങ്ങി 9ഓളം ലൈസൻസുകൾ എടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ 70 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കൽ സാധ്യമല്ല. ചീപ്പായി കിട്ടുന്ന അരികൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ പഴകിയ അരികളോ ബ്ലാക്കിൽ കിട്ടുന്ന അരികളോ ഉപയോഗിച്ചിട്ടായിരിക്കാം മേ ബി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. നേരെ മറിച്ച് ബ്രാൻഡഡ് അരികൾ വാങ്ങി ചെയ്യുന്ന ഹോട്ടലുകൾക്ക് അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് വില കുറച്ച് കൊടുക്കാവുന്ന ഒരു സാഹചര്യമേ നിലവിലില്ല. ഇതിപ്പോൾ നമ്മൾ മന്തി വെക്കാനായിട്ട് കോമൺ ആയിട്ട് എല്ലാ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന അരിയാണ്. ഇതിപ്പോൾ 111 രൂപയാണ് വില. ഏതാണ്ട് 90-95 കിടന്നിട്ട് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് അതിപ്പോൾ 111 രൂപയിലേക്ക് വന്നു. അന്നും നമ്മൾ മന്തി കൊടുക്കുന്ന വിലയ്ക്ക് തന്നെയാണ് ഇന്നും മന്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കുന്ന അരിയാണ്. ഇതും ഇതിൽ പറഞ്ഞതുപോലെ 109 രൂപ ഈ സാധനത്തിന് കിലോയ്ക്ക് വിലയുണ്ട്. ഇതും ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് വില ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ ആ ഗ്രാഫ് അനുസരിച്ച് ഒരു വിധത്തിൽ വില കൂട്ടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം കച്ചവടം അത്രത്തോളം ലോയിലാണ് പോകുന്നത്. വിലക്കയറ്റത്തിനിടയിലും 70 രൂപയ്ക്കും കേരളത്തിൽ ബിരിയാണി ലഭ്യമാണ്. അപ്പോൾ കച്ചവടക്കാർക്ക് ഒരു വിധത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനൊരു പരിഹാരം സർക്കാരും എല്ലാവരും കാണുന്നതാണ്. ഉപ്പൊഴികെയുള്ള എല്ലാത്തിനും വില കൂടിയതോടെ ഹോട്ടൽ വ്യവസായവും വലിയ പ്രതിസന്ധിയിലാണ്. അരിക്കും ഇറച്ചിക്കും എണ്ണയ്ക്കും മസാലയ്ക്കും വില കൂടുന്നതനുസരിച്ച് ഭക്ഷണ സാധനങ്ങളുടെ വില കൂട്ടാൻ കഴിയില്ലെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ക്യാമറ പേഴ്സൺ ഷിബിൻ ബഷീറിനൊപ്പം റാഫി കരീം, 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.